കാശ്മീരിൽ ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കാശ്മീർ താഴ്വരയിലെ ഇസ്ലാമിക ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകൾ കൂടുതൽ സജീവമായിരിക്കുകയാണത്രേ. ഇവർക്ക് കൂടുതൽ ഓപ്പറേഷനുകൾ നടത്താൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഭീകര സംഘടനകളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതായാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇസ്ലാമിക ഭീകരരെ സഹായിക്കുന്നവരുടെ വീടുകൾ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും തകർത്തിരുന്നു. ഇതിന് തിരിച്ചടി എന്ന നിലയിൽ കൂടുതൽ ആൾനാശം ഉണ്ടാകുന്ന തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ നടത്താനാണ് സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പുകളെ തുടർന്ന് കാശ്മീരിലെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംസ്ഥാന സർക്കാർ അടച്ചുപൂട്ടി. ജമ്മു കാശ്മീരിലെ 87 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ 48 എണ്ണമാണ് അടച്ചിട്ടുള്ളത്. പ്രദേശത്തെ റിസോർട്ടുകളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ദൂത് പത്രി, വെരിനാഗ് പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുൽമാർഗ്, സോനാമാർഗ്, ദാൽ ലേക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ സെൻസിറ്റീവായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷയ്ക്കായി ജമ്മുകാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ള ആന്റി ഫിദായിൻ സ്ക്വാഡുകളെയും വിന്യസിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ അരുങ്കൊല നടത്തിയ ഇസ്ലാമിക ഭീകരർ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കാശ്മീരിൽ എത്തി എന്നതിന്റെ തെളിവുകളും ഇതിനിടെ പുറത്തു വരികയുണ്ടായി. ജമ്മുകാശ്മീർ സന്ദർശിക്കാൻ പോയ മലയാളി ശ്രീജിത്ത് രമേശൻ പകർത്തിയ വീഡിയോയിലാണ് ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളുള്ളത്. ഏപ്രിൽ 18 പഹൽഗാമിലെ ബൈസറൻ താഴ്വരയ്ക്ക് സമീപമുള്ള മറ്റൊരു താഴ്വരയിൽ വെച്ച് മകൾ റീൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ഭീകരരുടെ രൂപസാദൃശ്യമുള്ള 2 പേർ അതിലൂടെ കടന്നു പോകുന്നത്. ആ റീലുകളിൽ പതിഞ്ഞതത്രേ. പൂനെയിൽ ജോലി ചെയ്യുന്ന ശ്രീജിത്ത് വിവരം മഹാരാഷ്ട്ര പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് NIA ഈ വിവരം അറിയിക്കുകയും NIA മുംബൈ ഓഫീസിലെത്തി ശ്രീജിത്ത് മൊഴി നൽകുകയും ചെയ്തു. ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങളും NIA ശേഖരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം NIA പരിശോധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 18 ബൈസറൻ താഴ്വര സന്ദർശിച്ച ശേഷം സമീപമുള്ള താഴ്വരയിലെത്തിയാണ് മകളുടെ റീൽസ് ഷൂട്ട് ചെയ്തത് എന്ന് ശ്രീജിത്ത് പറയുന്നു. ഉച്ചയ്ക്ക് 2:30 വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോയിലാണ് 2 പേർ പുറകിലൂടെ പോകുന്നതും ഉൾപ്പെട്ടത്. അപ്പോൾ അത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. ഭീകരാക്രമണം ഉണ്ടായ ശേഷം 4 ഭീകരരുടെ ചിത്രങ്ങൾ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇതിൽ 2 പേരുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ എവിടെയോ കണ്ടതായി ഓർമ്മ വന്നു. തുടർന്ന് പഹൽഗാം യാത്രയിലെടുത്ത വീഡിയോകളും ഫോട്ടോകളും പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് മകളുടെ റീൽസിൽ കണ്ട 2 പേർക്ക് ഭീകരരുമായി സാമ്യം തോന്നിയത്. തുടർന്ന് വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നുവെന്നും ശ്രീജിത്ത് പറയുന്നു.